എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന മാർക്ക്, പി എസ് സി എക്സാമിന് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന മാർക്ക് 3 മാർക്കൊക്കെ ആയിരുന്നു. പിന്നീടാണ് അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുന്ന ഒരു മാർക്ക് നേടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പലർക്കും എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് എങ്ങനെയാണ് ഞാൻ ഈ 3 മാർക്കിൽ നിന്നും അത്രയും ഒരു ഉയർന്ന സ്കോറിലേക്ക് വന്നത്, എങ്ങനെയാണ് സ്റ്റഡി മെത്തേഡ്സ് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പല വീഡിയോകളിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ ഒരു വീഡിയോയിലൂടെ ഫുൾ, അതായത് നിങ്ങൾ ഏത് പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നോ എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെയൊക്കെ സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇന്ന ആപ്പ് പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു കോച്ചിങ് സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആപ്പ് വഴിയോ ഒന്നും നമ്മളെ സ്വന്തം മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയില്ല. എങ്കിലും പ്രോപ്പറായ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ചിലരൊക്കെ പരസ്യം ചെയ്തിട്ട് കാണാറില്ല. അതായത് നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഇത്ര റാങ്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ അത് ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പുകളും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ പുറമേ നിന്ന് ഓഫ്ലൈനായിട്ട് നമ്മൾ പോകുന്ന കോച്ചിങ് സെൻ്ററുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഒരിക്കലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലായിരിക്കില്ല ക്ലാസ്സുകൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിന് പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും കൺസിഡറേഷൻ, അതായത് മൊത്തം വിദ്യാർത്ഥികളുടെയും കൺസിഡറേഷൻ അവിടെ വരും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോവുകയാണെങ്കിൽ ലോ ലെവൽ മുതൽ ഹൈ ലെവലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേ ലെവലിലുള്ള ക്ലാസ്സുകളാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ചിലർക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും, ചിലർക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ലെവൽ നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് OMR ചെയ്യാം, പക്ഷെ അതിന് പരിമിതികളുണ്ട്. നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു OMR അറ്റൻഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 ഡിഫറൻസ് പറഞ്ഞുതരാം. എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സറൗണ്ടിങ്സ് വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ വീട്ടിൽ ഒരു OMR എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് ശാന്തമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം നമ്മൾ ഒറിജിനൽ എക്സാം അല്ല അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സേഫ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കും നമ്മൾ OMR എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസുകൾ ഉണ്ടാവും. പക്ഷേ എന്നാലും ഏകദേശം ആ ഒരു ലെവൽ മനസ്സിലാവും. എങ്കിലും നിങ്ങൾ ഇപ്പം അടുത്ത്, അതായത് റീസെൻ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും ഒരു എക്സാം അതിൻ്റെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് നോക്കുക. അതൊന്ന് നിങ്ങൾക്ക് ആ ഒരു 100 ക്വസ്റ്റ്യന് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് വ്യത്യാസമായിരിക്കും. സിലബസ് തന്നെ ഒരേ സിലബസ് ആണെങ്കിലും മാർക്ക്, അതായത് ഓരോന്നിൻ്റെയും വെയിറ്റേജ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ജനറൽ PSCക്ക് മാത്രം നോക്കുന്നവരുണ്ടാവും. പിന്നെ മറ്റ് സ്പെഷ്യൽ എക്സാമുകൾ, അതായത് എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സുകൾ ചെയ്തിട്ട് അതിൻ്റെ എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് ഏറ്റവും യോജിച്ചത്, അല്ലെങ്കിൽ പഠിക്കാൻ PSC എക്സാം ക്രാക്ക് ചെയ്യാൻ ഏത് എക്സാമാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ എക്സാം, അതായത് ഇപ്പോൾ നമ്മൾ എക്സാം എഴുതി അടുത്ത എക്സാമിൽ നമുക്ക് ആ മാർക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ജനറൽ PSCക്കും അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഈ എക്സാമുകൾക്കും രണ്ടിനും വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള സജഷൻ. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് GK അതുപോലെ തന്നെ GK പാർട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്.
അപ്പോൾ നമുക്ക് ഈ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് 10 മാർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എളുപ്പത്തിൽ എനിക്ക് അതായത് ജനറൽ PSCക്ക് പഠിക്കുന്ന സബ്ജക്റ്റുകളെക്കാളും കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 എക്സാമുകളും അറ്റൻഡ് ചെയ്തു. ആദ്യം ലിസ്റ്റിൽ വന്നത് LGSൻ്റെയും അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയാണ്. അപ്പോൾ അത് രണ്ടും ലിസ്റ്റിൽ വന്നു, നന്നായി പഠിച്ചു, എഴുതി വന്നു. പക്ഷെ അത് എനിക്ക് അത്രത്തോളം നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ഈ ഒരു ജനറൽ PSC എന്ന് പറയുന്ന ആ ഒരു എക്സാമുകൾ എഴുതാറുണ്ട്, പക്ഷെ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് പഠിക്കാറില്ല. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും പഠിക്കുമ്പോൾ ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് എക്സാമിനാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ കട്ട് ഓഫ് കടന്ന് കുറച്ചുകൂടി മാർക്ക് കിട്ടുക എന്നുള്ളത്, ഓരോ എക്സാമിനും കട്ട് ഓഫ് വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ട് ഓഫ് കടന്ന് പോകാൻ പറ്റും എന്ന് ആത്മാർത്ഥമായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, പോസ്റ്റുകളുടെ എണ്ണം നോക്കരുത്. നോട്ടിഫിക്കേഷനിൽ വരുന്ന ആ ഒരു പോസ്റ്റുകളുടെ എണ്ണം നോക്കരുത്. നിങ്ങൾക്ക് ആ ഒരു എക്സാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് തീർച്ചയായിട്ടും ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എക്സാമുകളെ ഒഴിവാക്കിയിട്ട് ഒറ്റ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്യും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്താ വെച്ചാൽ മിക്സഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിലെത്താതായി പോകും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജനറൽ PSC ഉണ്ട്, ടൈപ്പിസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനും കൂടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടിലെത്തില്ല. ഇപ്പോൾ ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് 3 ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനറൽ PSC ഞാൻ ഒഴിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നില്ല. പിന്നെ കൂടുതലായിട്ടും ടൈപ്പിസ്റ്റ് എക്സാമുകൾക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാദ്യം നിങ്ങൾ കണ്ടുപിടിക്കാം. അതായത് ഏത് സ്ട്രീമാണ് അല്ലെങ്കിൽ ഏത് എക്സാമാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പം എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം നമുക്ക് വീട്ടിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ PSC കോച്ചിങ് സെൻറ്ററിൽ പോകരുതെന്നോ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തോന്നോ ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അവർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അത് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ആ സിലബസ് നോക്കുക. സിലബസിൽ നോക്കിയിട്ട് മാർക്ക് ഡിവിഷൻ ഏറ്റവും കൂടുതലുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് വീക്കായിട്ടുള്ള സബ്ജക്റ്റുകളിൽ തന്നെ എന്ത് വരും, മാർക്ക് ഡിവിഷൻ ഉണ്ടാവുമല്ലോ, ഓരോ സബ്ജക്റ്റിനും ഓരോ മാർക്ക് ഡിവിഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ആ ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ എല്ലാം ഒരുപോലെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ പറ്റും, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾ ആ മാർക്ക് ഡിവിഷൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള സബ്ജക്റ്റുകൾ ഇമ്പ്രൂവ് ചെയ്ത് വരിക. അതിനോടൊപ്പം തന്നെ മാർക്ക് കുറഞ്ഞതിന് കുറച്ചുകൂടി, അതായത് ഞാൻ പറഞ്ഞല്ലോ വീക്കായിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് ഒരുപോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിൽ വീക്കായിട്ടുള്ളതിൽ ഏറ്റവും മാർക്ക് കൂടുതലുള്ളതിന് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കാം. ബാക്കിയുള്ളതിനും എന്ത് ചെയ്യുക, ഒരു കുറച്ച് സമയം മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ആ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്ക് ഡിവിഷൻ കൂടുതലുള്ള സബ്ജക്റ്റുകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്ത് അത് ഏകദേശം ഓക്കെ ആയി എന്ന് തോന്നുകയാണെങ്കിൽ അത് വിടരുത്, അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്, അത് അവിടെ വെക്കുക. പിന്നെ അടുത്ത സബ്ജക്റ്റ് അതെടുത്ത് പഠിക്കുക. ഓക്കെ, പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല ഇത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ചിലർക്കത് പെട്ടെന്ന് പറ്റുമായിരിക്കും, പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് അത്രത്തോളം പെട്ടെന്ന് പറ്റിയിട്ടില്ല. ഒരു 5-6 വർഷം എടുത്തിട്ടുണ്ട്. ഇത്രയും സബ്ജക്റ്റുകൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 5-6 വർഷം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമുകൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റുകളും എനിക്ക് പറ്റുന്ന രീതിയിൽ റിവിഷൻ ചെയ്യും. ചിലപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടാവുള്ളൂ ഒരു എക്സാമിന്. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത എക്സാമിന് പോകുമ്പോൾ റിവിഷൻ ചെയ്യും. പിന്നെ ഈ എക്സാമുകൾക്ക് ആൻസർ കീ നോക്കണം. ചിലർ എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അതവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആൻസർ കീ നോക്കുക, അതിൽ എത്രത്തോളം തെറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻസർ മൊത്തമായിട്ട് നോക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റിയ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ്റെ
അതിൻ്റെ കൂടെയുള്ള അതായത് റിലേറ്റഡ് ഫാക്ട്സ് കൂടി പഠിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാവും. പിന്നെ അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക, അതിനനുസരിച്ചിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.